കുളങ്ങളുള്ളതിൻ്റെ സൈഡിലാണ് ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പാർട്ടികൾ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുപാട് ഡീറ്റെയിൽസ് കൊണ്ടു കൊടുക്കുന്നത്. അവർക്ക് ഈ പ്രദേശത്ത് താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ വരുമ്പം തന്നെ ഇത്രയും നാറ്റമില്ലേ, അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ മാറിപ്പോയി എന്നാണ് പറയുന്നത്. ആർക്കും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ജനങ്ങളാണ് നമുക്ക്, ജനങ്ങളുടെ ആരോഗ്യം വളരെ വലിയ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആരോഗ്യ പ്രശ്നത്തിന് നേരിടുന്ന ഒരു ഭീഷണിയെയും നിലനിൽക്കാൻ സമ്മതിക്കില്ല. ഈ രാത്രിയാകുമ്പോൾ ഇവരിവിടെ നിന്ന് പറ്റിയ വേസ്റ്റ് പമ്പ് ചെയ്തിടുന്നുണ്ട്. 10 മണിക്ക് ശേഷം നമുക്ക് പുറത്തൊന്നും നിൽക്കാനായിട്ട് പറ്റത്തില്ല. ഭയങ്കര സ്മെല്ലാണ്. അകത്തിരുന്നാൽ പോലും മൂക്ക് പൊത്തിയിരിക്കാനേ പറ്റുന്നുള്ളൂ. 60 കുടുംബമാണ് താമസിക്കുന്നത്. ഇതുവരെ ഒരു മാലിന്യങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി ഒരു വണ്ടി പോലും വന്നിട്ടില്ല. പിന്നെ ഈ വേസ്റ്റ് എവിടെ പോകുന്നു? നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത പുറത്ത് വിട്ടിരുന്നു. തിരുവനന്തപുരം ശ്രീകാര്യം ജംഗ്ഷനിലുള്ള ഒരു ഫ്ലാറ്റിൽ നിന്നും അതുകൂടാതെ ലേഡീസ് ഹോസ്റ്റലിൽ നിന്നും ഗണ്യമായ രീതിയിൽ വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യം ഒരു കുളത്തിലേക്ക് തള്ളുന്നു. രാത്രിയെ മറവിലാക്കിയാണ് ഇത്തരത്തിൽ മാലിന്യം ഗണ്യമായ രീതിയിൽ ഈ കുളത്തിലേക്ക് തള്ളുന്നത് എന്നുള്ള പരാതിയായിരുന്നു ഉയർന്നു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ നാട്ടുകാർ ഉൾപ്പെടെ നമ്മളോട് പ്രതികരിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ദുർഗന്ധമായിരുന്നു നമ്മൾ അവിടെ പോയപ്പോൾ അനുഭവപ്പെട്ടത്. അതായത് ഇവിടെ താമസിക്കുന്ന, ഈ ഏരിയയിൽ താമസിക്കുന്ന 150-ലധികം വരുന്ന കുടുംബങ്ങൾക്ക് ഉറങ്ങാനോ ഉണ്ണാനോ കഴിയാത്ത സാഹചര്യമായിരുന്നു ഉള്ളത്. എന്തായാലും ഈ വാർത്ത നമ്മൾ പുറത്തു വിട്ടതിന് പിന്നാലെ തിരുവനന്തപുരം നഗരസഭയുടെ ശ്രദ്ധയിൽ ഈ വാർത്ത പെടുന്നു. ഇതിനെ തുടർന്ന് നഗരസഭയുടെ ആരോഗ്യ വിഭാഗം ഇപ്പോൾ ഇവിടെ പരിശോധനയ്ക്കായി എത്തിച്ചേർന്നിരിക്കുകയാണ്. ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അതിനുശേഷം ഉദ്യോഗസ്ഥർ നമ്മളോട് പ്രതികരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആദ്യം നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടുവരാം. അതായത് അവരെ ചിലവിൽ തന്നെ നവീകരിക്കാനുള്ള നിയമം അടിസ്ഥാനത്തിൽ ചെയ്യാം. ഫ്ലാറ്റുകളെ വിളിക്കാൻ വേണ്ടിയിട്ട്, ഫ്ലാറ്റുകളുടെ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി 26-ാം തീയതി ഒരു മീറ്റിംഗ് വെച്ചു. അതിൽ ഒരു കാര്യം പ്രധാനമായി ഇവിടെ എനിക്കറിയാം, 1 ലക്ഷം രൂപ പ്രതിവർഷം കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥർ. അപ്പോ എന്നിട്ട് പൊതു ഓടയിലൂടെ, ഈ ഓടയിലൂടെ പോകുന്നതെല്ലാം പൊതു കുളങ്ങളിലോ ഒരു ഇപ്പോൾ നമ്മളിങ്ങനെ പറയണം, വേഗമായിട്ട് പറയുമ്പം അവിടുത്തെ എല്ലാ ഉദ്യോഗസ്ഥരും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പം നമുക്കറിഞ്ഞൂടെ ഇദ്ദേഹം വിചാരിക്കും ഇയാളാണ്, ഇദ്ദേഹം വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ അറിയാമെന്നുള്ള ഒരാളുണ്ടെങ്കിൽ അതിൻ്റെ പേര് പറ. ഹെൽത്തിന്റെ ആൾക്കാരെന്ന് പറയുമ്പോഴത്തേക്ക് ഹെൽത്തിന്റെ ആൾക്കാരെല്ലാം ഇപ്പൊ വിശ്വസിക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർ ചെയ്യണമെന്ന് നമുക്കും അറിയാം. അപ്പോൾ നമുക്ക് ഒരാളിനെയും നമുക്ക് അങ്ങനെ കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതൊന്ന് മനസ്സിനകത്ത് വെച്ചിരിക്കുകയുള്ളൂ. അയാളുടെ പെരുമാറ്റത്തിൽ കൂടി പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കാം. അതാണ്, അതല്ല അല്ല നമ്മളിപ്പോൾ ഇത്രയും പേര് നിൽക്കുമ്പോൾ നമ്മൾ പറയണമെന്നില്ല. ഒരു വ്യക്തി എന്തെങ്കിലും ചെയ്യുന്ന ആളുണ്ട്, അയാൾ റിയൽ ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാൻ തയ്യാറാവാത്തൊരു വ്യക്തിയാണെങ്കിൽ അയാളെ നമുക്ക് വാച്ച് ചെയ്യാം. അയാൾ എന്ത് തീരുമാനം എടുത്താലും അതെന്തുകൊണ്ടെന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? ഇല്ലാതെ നമുക്ക് എല്ലാവരെയും ഇങ്ങനെ നമുക്ക് ഒരാളിന് പിറകെ പോയി നിൽക്കാൻ പറ്റില്ല. ഇവിടെ വരുമ്പം ഇവിടെ അവരുടെ ആൾക്കാരും കാണും അല്ലേ? എവിടെ വന്നു കഴിഞ്ഞാൽ ആരും വാങ്ങിക്കാതെ ഇത് ചെയ്യില്ല. ഇല്ലെങ്കിൽ ഇത്രയും ഇതായിട്ട് അവർ ഈ പബ്ലിക്കായിട്ട് ഇങ്ങനെ ഈ മാലിന്യം മുഴുവൻ അടിച്ചിട്ട് ശക്തമായ പിന്തുണ ഇതിനകത്ത് ഇതിന് പറ്റിയ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ല. ഇവര് നഗരസഭയെന്നോ പ്രൈവറ്റ് എന്നോ ഇതെടുത്ത് നമ്മുടെ സീവേജ് പ്ലാന്റ് കൊടുക്കുന്നുമില്ല 15 വർഷം കൊണ്ട്. അപ്പോൾ അത്രയും വർഷവും അവർ ഇത് തന്നെ ചെയ്ത് നമുക്ക് മുമ്പ് അത് ബാധിക്കാത്ത ഇത് ഈ പായലല്ല, മൊത്തം അതിരിക്കുന്നത് ഇത്രയും 15 നിലയുണ്ട്. അപ്പം എത്ര പേരുണ്ട്? 660 കുടുംബമുണ്ട്. 60 കുടുംബം 60 കുടുംബം ഉണ്ടോന്ന് പറയുന്നത്. അപ്പം അവർക്ക് അതിനകത്തുള്ള ഫെസിലിറ്റികൾ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. 2 ഏക്കറുണ്ടോ? 1.5 ഏക്കറാണ്. 1.5 ഏക്കർ ഉണ്ടെങ്കിൽ നോർമലി അവിടെ ഒരു STP ചെയ്യാനുള്ള സാധ്യതയുണ്ട്.
അല്ലാതെ ചെയ്താൽ പ്രശ്നമാണ്. നമുക്ക് ശ്രീകാര്യം SI പ്രോപ്പർട്ടിയുടെ ഇത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം കേട്ടോ കൗൺസിലറെ. അതൊന്ന് ചെയ്യാം. കൗൺസിലറിന്റെ നേതൃത്വത്തിൽ നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഇത് വേറൊരു കാര്യം, അവിടെ പോയി സംസാരിക്കണ്ടേ? അവിടെ പോയി സംസാരിക്കാം. നമ്മുടെ ഫ്ലാറ്റിന്റെ ആൾക്കാരെ ഈ മാസമായിട്ട് വിളിച്ചിട്ട് കാര്യമില്ല. നമ്മളിപ്പോ അല്ലല്ല, അങ്ങനെയല്ല. നമുക്കിപ്പോ പെട്ടെന്ന് ഒരാൾ ചെന്ന് വിളിക്കാൻ പറ്റൂലല്ലോ. ഫ്ലാറ്റ് ഉണ്ട്, അവിടുത്തെ ഹോസ്റ്റൽ ഉണ്ട്. അപ്പം ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫ്ലാറ്റുകളിലെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ടുണ്ട് മേയർ. ഈ ഡിസംബർ 21-ാം തീയതിയാണ് നമ്മുടെ ഭരണസമിതി ഏറ്റെടുത്തത്. അതിനുശേഷമുള്ള നഗരസഭയുടെ പലയിടങ്ങളിൽ കിടക്കുന്നത് ഈ മരാമത്തുമായിട്ട് ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് സെക്ഷനും ബിൽഡിംഗ് സെക്ഷനും ഒക്കെയായി ബന്ധപ്പെട്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോഴും 50% മുകളിലോട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം അങ്ങനെ പോകുമ്പം ഒരുപാട് കുളങ്ങളാണ് പ്രശ്നം. കുളങ്ങളുള്ളതിൻ്റെ സൈഡിലാണ് ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ മാസം 25-ാം തീയതി കഴിഞ്ഞിട്ട് ഫ്ലാറ്റിൻ്റെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് 26-ാം തീയതി 27-ാം തീയതിയാണ് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അപ്പം അവർ പറയുന്നതും ഈ ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള, ഇപ്പം നമ്മൾ വന്നതിന് ശേഷം ഒരുപാട് ആൾക്കാർ മേയറെ കാണാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കണം 3 തൊട്ട് 5 വരെ. ആ സമയത്തിനകത്ത് പ്രദേശവാസികളായിട്ടുള്ള എല്ലാ വ്യക്തികളും നിഷ്പക്ഷമായിട്ട് എല്ലാ പാർട്ടികൾ, രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുപാട് ഡീറ്റെയിൽസ് കൊണ്ടു കൊടുക്കുന്നു. അവർക്ക് ഈ പ്രദേശത്ത് താമസിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇവിടെ വരുമ്പം തന്നെ ഇത്രയും നാറ്റമില്ലേ. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ മാറിപ്പോയി എന്നാണ് പറയണത്. അപ്പം താമസിക്കാൻ പറ്റാത്തൊരു ഭൂമിയിൽ കൂടി താമസിക്കണമെന്നുള്ളതാണ് അവരുടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് വിളിച്ച് ഉടനടി തന്നെ എല്ലാ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ STP ഉണ്ടോ ഇല്ലേന്നൊക്കെ ചെക്ക് ചെയ്യുകയും വേണ്ടുന്ന നിബന്ധനകൾ കൊടുത്തുകൊണ്ട് ആർക്കും പ്രശ്നം വരാത്ത രീതിയിൽ ചെയ്യാനുള്ള നടപടികളുമായിട്ടാണ് മേയർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും നാട്ടുകാർക്ക്, ഇവിടുത്തെ നാട്ടുകാർക്ക് ഭക്ഷണം കഴിക്കാനും മര്യാദയ്ക്ക് ഉറങ്ങാനും ഇനി അങ്ങോട്ട് സാധിക്കും. അത് 100% ഷുവറാണ്. അത് സാധിക്കും. നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ലല്ലോ. ഇതൊക്കെ നമുക്ക് അതിന് വേണ്ടുന്ന STP പ്ലാന്റ് ഉണ്ടല്ലോ, മുട്ടത്തറ പ്ലാന്റ് ഉണ്ട്. ഇവിടെ നിന്ന് അവർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലാറ്റ് ചെയ്യുമ്പോൾ അതിനുള്ള നിബന്ധനകളുണ്ട്. അത് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്, ഇല്ലെങ്കിൽ അത് അംഗീകരിക്കത്തക്ക രീതിയിലുള്ള നടപടികളുമായിട്ട് ആർക്കും ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല. ജനങ്ങളാണ് നമുക്ക്, ജനങ്ങളുടെ ആരോഗ്യം വളരെ വലിയ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ആരോഗ്യ പ്രശ്നത്തിന് നേരിടുന്ന ഒരു ഭീഷണിയെയും നിലനിൽക്കാൻ സമ്മതിക്കില്ല. ഇതിപ്പോൾ വിസർജ്യമുള്ള ഉൾപ്പെടെയുള്ള വസ്തുക്കളാണ് ഇങ്ങനെ രാത്രിയും പുലർച്ചെയൊക്കെ ഇങ്ങനെ തള്ളുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലേക്കൊരു നടപടി സ്വീകരിക്കാൻ സാധ്യതയുണ്ടല്ലോ. നമുക്ക് ഇത്രയും കാലം ഇതിങ്ങനെ തള്ളിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ വസ്തുള്ള ജനങ്ങളെ വലിയ രീതിയിൽ അത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും പിഴ ഈടാക്കാനോ അത്തരത്തിലൊരു നടപടിയിലേക്ക് സ്വീകരിക്കും? അല്ല, അത് ഒരു തീരുമാനം, മേയറുടെ തീരുമാനമാണല്ലോ. മൊത്തത്തിലൊന്ന് ആലോചിച്ചതിന് ശേഷം അതിനകത്തുള്ള ഭരണകർത്താക്കൾ എല്ലാവരും കൂടെ ചേർന്നുകൊണ്ട് ഉദ്യോഗസ്ഥരും സെക്രട്ടറിയും എല്ലാം വിളിച്ചുകൊണ്ട് ഈ ഫ്ലാറ്റിൻ്റെ ആൾക്കാരെ വിളിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു തീരുമാനമെടുക്കും. വളരെ ജനങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളൊരു തീരുമാനമായിരിക്കും. നമ്മൾ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരം നഗരസഭയുടെ കീഴിൽ ഇത്തരത്തിൽ നിരവധി കുളങ്ങളുണ്ട്. ഈ കുളങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ഫ്ലാറ്റുകൾ പണിയുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരം നഗരസഭ എടുത്തിരിക്കുന്ന ഒരു തീരുമാനം ഈ ഫ്ലാറ്റ് ഉടമകളെയും അതുകൂടാതെ ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്ന പ്രദേശവാസികളെയും വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിക്കുമെന്നുള്ളതാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.